ഗൈസ് അന്നിപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ കുറച്ച് മീൻ കൊണ്ടൊക്കെ ഉണ്ട്, അതിന്ന് വൃത്തിയാക്കാൻ പോവാണ്. കിളി പോയ സാധനം വാ. അപ്പോൾ ഇതാണ് നമ്മൾ അക്വേറിയം. കുറേ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇതേ കിളി പോയ സാധനം ഉണ്ട്. അപ്പോൾ ഞാൻ പോയി പൈപ്പ് എടുത്തിട്ടെ. ബറ്റു വെള്ളമേ ബറ്റു പിടിച്ചിട്ട് മൂടിക്കാൻ ഞാൻ നമുക്ക് വലിയ പൈപ്പ് എടുത്തിട്ടല്ല ഇല്ലല്ലേ ഇനിയുണ്ട്. ഇനി കുറച്ച് വായിച്ചാണ്ടെങ്കിൽ കുറച്ചാ നമുക്ക് നമ്മൾ ജിങ്കും ഓർത്തടെ കാണുന്നില്ല. അവൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞാൽ തോന്നുന്നു. പച്ചക്കറിയാ കൂടെ എന്നാ എടുത്ത് അങ്ങനെ മൈ എന്റെ മീനിന്റെ മീശ കണ്ടു കേട്ടോ. കിടിയെല്ലാം പോയിന്റെ സാധാരണ ആണുമീനല്ലേ മീശ വേണ്ടേ? ആണുങ്ങൾക്ക് മീശയുണ്ട്, പെണ്ണുങ്ങൾക്ക് മീശയില്ല. ഇത് മീനിന് രണ്ടാക്കും. ഞാൻ പറഞ്ഞ കൊടുത്തു. ഞാൻ പറഞ്ഞ ശരിയല്ല. കണ്ടു ഗൈസ്, എൻ്റെ മീൻ സന്തോഷം കൊണ്ട് അനങ്ങാണ്ട് കിടന്നേക്കുന്നു. തുള്ളിച്ചാടിയാൽ ഓനി പുറത്തെത്തൂലേ? ഇവനും ഇവന്റെ ഭർത്താവും കൂടി അടിയായിട്ട് ഇവന് ഒറ്റയ്ക്ക് ഇല്ലിട്ടതാണ്. അതുകൊണ്ട് പാവം ഒറ്റയ്ക്ക് ഡിവോഴ്സ് ആയിട്ട് കിടന്നേക്കില്ല കിടപ്പ. ഇതാണോ ഭർത്താവ്? അതാണോ ഭർത്താവ്? ഇത് കുഞ്ഞുമീൻ, അത് വലിയ മീൻ. അപ്പൊ ഇത് ഭാര്യ, അത് ഭർത്താവ്. അങ്ങനെ മതി. ചത്തപോലെ കിടക്കാം. നിനക്ക് പുതിയ വെള്ളം വരുന്നു. തുള്ളറാട്ടാ പുറത്തേക്ക്. ഇതെന്റെ ജിങ്കുട് മോൾ. കണ്ടു ഒന്ന് മേലെ തൊട്ടില്ല. അടാ ഇങ്ങനെ ഓടി ഇങ്ങനെ അനക്കൊന്നും ചെയ്യട്ടാ. കണ്ടു അടുത്തില്ല. ഞാൻ അവന് മര്യാദ കുറച്ച് സ്നേഹം കൊടുക്കുന്നത്. ഒന്നുകൂടെ തിരിഞ്ഞോ? അതിലൂട്ട് ഒന്നുകൂടെ തിരിഞ്ഞോ? ഡിങ്ങ ഡിങ്ക. ഒന്നുകൂടെ ഇങ്ങോട്ടോ. ഇനി പോയിക്കോ. ഒന്നുകൂടെ വാ. ഒന്നുകൂടെ ഒറ്റയിരിക്കും കൂടെ പ്ലീസ്. ആ ഇപ്പോൾ ഇതിൽ വൃത്തിയാക്കി പുതിയ വെള്ളമെല്ലാം നിറച്ച് ഇനി അടുത്ത് കൊണ്ടുപോയി വൃത്തിയാക്കണം. അപ്പോൾ അവൻ്റെ ഭർത്താവിൻ്റെ കുണ്ടിൻ്റെ അടുക്ക എത്തിയിട്ടുണ്ട്. ഇതാണ് അവൻ്റെ കുണ്ട്. ഇനി ഇത് വൃത്തിയാക്കണം. ഇതോ തീറ്റ എടുത്തിട്ട് വന്നിരിക്കുന്നു. ജിങ്കുട് മോനെ, ജിങ്കുട് മോനെ ഇങ്ങ് വാ.
കവറിന്റെ ഒച്ച എപ്പ കേൾക്കുന്നു അപ്പം വരും. ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ വന്നിനടാ, എന്നിട്ട് ഞാനുണ്ടല്ലോ തീറ്റ കൊടുക്കാണ്ട് അപ്പുറത്ത് പോയി, അതുകൊണ്ട് അതിൻ്റെ ദേഷ്യം തിന്നോട്ടാ. അടുത്ത കുണ്ടിലേക്ക് പോവാം. ഭാര്യയും ഭർത്താവിന്റെ കുട്ടികളെ അപ്പൊ ഇനി വെള്ളം മുക്കി വെക്കാം. ഏയ് അന്റെ പിള്ളേർ തൊട്ട് വെച്ചാൽ കൊക്ക് മീനിൽ നോക്കിയിരിക്കുന്ന പോലെ ഒരാൾ ഇവിടെ ഇരുന്നേക്കുന്നു. ഇങ്ങോട്ട് നോക്കൂ. അയ്യാ അത് വരുന്ന കല്ല്, അത് മീനിന്റെ മൂത്തത്ത് കല്ല. അമ്മയ്ക്ക് ബുദ്ധിയുണ്ട്. ആക്രമിക്കൂ, ഇനി കണ്ണനെ ആക്രമിക്കൂ. എന്നെ ആക്രമിച്ച് ഞാൻ തട്ടിയിട്ട് വാർത്താൻ ഞാൻ പഠി ഉന്നെ കൊന്നിടുവേ. വായും വളരെ അപകടം പിടിച്ച ജോലിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരും അനുകരിക്കരുത് എന്ന് ഞാൻ പ്രത്യേകം പറയുന്നു. അപ്പോൾ വലിയ വലിയ മീൻകൂട്ടത്തിൽ ഇറങ്ങുന്നവരെന്താണ്? ഓക്കെ സാർ, യു കണ്ടിന്യൂ. ആ വായിച്ചാണ്ടി കൊടുത്തു. ഇതിനോട് പറയാൻ നിന്നാലും ശരിയാവില്ല. നമുക്ക് ഇവനൊരു വായിച്ചാണ്ടി കുറച്ചിട്ട് തരാം. ഇന്നാ സഹോദര ഇന്നടെ പിടിയടാ. ഇവ സഹോദരനല്ലേ, ഇവനെ തോട്ട് നീട്ടിയോണ്ട് തകിടാ. തകിട് മറ്റേതല്ലേ ഓം ഗ്രീൻ കുട്ടിച്ചാ താസാണല്ലേ. പുല്ലാ തവിട് എടാ, മറ്റേ ആടിനെല്ലാം കൊടുക്കുന്ന സാധനല്ലേ. ഓ അത് പിണ്ണാക്കല്ലേ മാർക്ക് അല്ല.
പേടിച്ചോണ്ട് തൊഴുന്നു നോക്കാം അമ്മ ഒരുത്തന്. ഇല്ല പടക്കടാ. കണ്ണന് പേടിയാണ് ഗായ്സ്. പേടിയായിട്ടൊന്നുമില്ല, മേത്ത് മൊത്തം വെള്ളം തെറിപ്പിച്ചാണ്ട്. അത് ഞാൻ തൊട്ടാൽ അടങ്ങിയിരിക്കും. മെല്ലെ തൊടാൻ സമ്മതിക്കണ്ടേ മക്കളെ, കിട്ടണ്ടേ ഇതിന്. എന്നാ പിടിച്ചോ അങ്ങോട്ട് മുന്നിൽ. എടോനെ ഇടങ്ങാറാക്കണ്ട. അവിടെ മൂന്നാണ്ടല്ലേ ഇത്. ഞാനാ എണീക്ക പൊന്നിയോക്കാം. 1 2 3 4 അടങ്ങി അടങ്ങി അടങ്ങി. എടാ ഞാനൊരു ഐഡിയ പറഞ്ഞിട്ടെ, ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോയിൽ എണ്ണിയാ മതി. വെയിറ്റ്, അടങ്ങി കിടന്നിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 14 14 3 17 താഴെ 14 3 മറ്റോ 3 അടിയാ. എടാ നാടൻ മുയ്യാടാ. മൊത്തം കുട്ടിയല്ലേ എന്നാ ബാക്കിയുള്ളവനെ കൊടുത്തു. ബാക്കിയുള്ള ഇതാ എത്ര ആളിനുള്ളൂ? അടങ്ങി മര്യാ കടങ്ങി കിടന്നോനെ ഇടങ്ങാറാക്കുന്നുണ്ടാ. ഒരാൾ ഇവിടുന്ന് മീൻ കൊണ്ട് വൃത്തിയാക്കുമ്പോ ഒരാൾ ഇവിടുന്ന് പാട്ട് പാടുന്നത്. സിംഗർ. ബാക്കി പിക്കും കൺമണിയേ എന്റെ ജിങ്കുടു അമ്മയല്ലേ. ജിങ്കുടു മൂട്. അപ്പോൾ ഗൈസ് മീൻ കൊണ്ടൊക്കെ എന്നെ വൃത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിൽ വെള്ളം നിറയണം. വെള്ളം നിറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് മൂടി വെക്കണം. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.